രോഗം ഉള്ള സ്ഥലങ്ങളിലെല്ലാം ശരീരത്തിൽ കൈകൾ വെക്കുക. വിശ്വാസത്തോടെ ഈ ആരാധന മുഴുവൻ അഭിഷേകം മുറ്റി നിൽക്കുന്ന സമയമാണിത്. അതുകൊണ്ട് എൻ്റെ ദൈവത്തിലെ കർത്താവ് നിന്നെ ഈ നിമിഷം ഏറ്റെടുക്കും. നിന്റെ സൗഖ്യത്തിലൂടെ ദൈവനാമം മഹത്വപ്പെടണം. നെറ്റിക്ക് വേദനയുള്ളവരെ, നെഞ്ചിൽ വേദനയുള്ളവരെ, ഹൃദയത്തിന് അസുഖമുള്ളവരെ, കരളിന് അസുഖമുള്ളവരെ, കിഡ്നിക്ക് അസുഖമുള്ളവരെ, നടുവേദന ഉള്ളവരെ, പിരീഡ്സ് ക്ലിയർ അല്ലാത്ത കറക്റ്റല്ലാത്തവരെ, അണ്ടാഗമമില്ലാത്തവര്, മക്കളില്ലാത്തവരൊക്കെ അടിവയറ്റ് കൈവെക്കുക. സ്രാവരോഗങ്ങളുള്ളല്ലേ, പലർക്കും സ്രാവരോഗങ്ങൾ കൊണ്ട് ഉറങ്ങാൻ പോലും ചെവിന്ന് പഴുപ്പ് വരുന്നവര്, തൊണ്ടയ്ക്ക് മുഴയുള്ളവര്, അസ്ഥിക്ക് ദ്രവിപ്പുള്ളവര്, കാലിന് നീരുള്ളവര്, വെരിക്കോസിൻ്റെ അസുഖമുള്ളവര്, വിസർപ്പത്തിൻ്റെ രോഗമുള്ളവര്, എൻ്റെ ദൈവവേദന നീ ഈ നിമിഷം, നിങ്ങൾക്കറിയാം യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ ആയിരക്കണക്കിന് മനുഷ്യരാണ് കർത്താവ് സുഖപ്പെടുത്തിയിരിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ. അമ്മ നിത്യമായി മാധ്യസ്ഥം നൽകുന്ന, അതിലൂടെ കർത്താവിൻ്റെ സൗഖ്യം നൽകുന്ന ആരാധനയാണിത്. നീ നിൻ്റെ കൈകളെ നിന്റെ വേദനയുള്ള ഇടങ്ങളിൽ വെച്ചുകൊണ്ട് കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് സ്തുതിക്കട്ടെ. കർത്താവേ, രോഗാതിരും പറഞ്ഞ രോഗങ്ങളും പറയാത്ത രോഗങ്ങളും നിന്റെ വിശുദ്ധമായ വലതുകരത്താൽ സ്പർശിക്കണമേ. നിന്റെ വിശുദ്ധമായ വലതുകരത്താൽ സ്പർശിക്കണമേ. നിന്റെ വിശുദ്ധമായ വലതുകരത്താൽ സ്പർശിക്കണമേ. ഈശോ ആണിപ്പെടുന്ന അത്ഭുതകരത്താൽ നാമത്തില് മാരക രോഗങ്ങള് വേദികള് യേശുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ, തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, എൻ്റെ മക്കളെ കട കമ്പോളങ്ങൾ നടത്തുന്നവര്, കടയിൽ ചെലവില്ലാത്തവര്, സാമ്പത്തിക ബാധ്യതയുള്ളവര്, വീണ്ടും ചരക്കെടുത്ത് വെക്കാൻ പറ്റാതിരിക്കുന്നവര്, കട അടഞ്ഞു പോകാനുള്ള സാധ്യതയുള്ളവര് ഒക്കെ ഇപ്പോൾ ഓർത്ത് പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഭക്ഷണപദാർത്ഥങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്നവരെ, അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന വിഷയമൊക്കെ, വിവാഹം ഒത്തുവരാത്തവർ, മക്കളില്ലാത്തവർ, വീടില്ലാത്തവരെ, അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്ന സമയമാണ്. ജോലിക്ക് വേണ്ടി അന്യ നാടുകളിൽ പോയിരിക്കുന്നവരെ, ഈ നാടുകളിൽ ജോലി അന്വേഷിക്കുന്നവരെ, ഉള്ള ജോലി നഷ്ടപ്പെട്ടവർ, ഇനി കിട്ടുമോ ഇല്ലെന്ന് അറിയാൻ പാലാതെ മനസ്സ് തേങ്ങുന്നവർ, അവരൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ മേഖലകളിലെ പരീക്ഷകൾ വരാൻ പോകുന്നു. 26, 28, 27 തീയതികളിലെല്ലാം പരീക്ഷകളുണ്ട്. ആ പരീക്ഷകളിൽ പങ്കെടുക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. ശ്രുതികട്ടെ. ഹല്ലേലൂയ. കർത്താവേ, അങ്ങനെ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അങ്ങനെ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഓരോ തരത്തിലുള്ള വ്യഥ അനുഭവിക്കുന്നവരെ 1 Corinthians 1:4 പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ മാർഗമായ ജീവിത ദുരിതങ്ങൾ, തടസ്സങ്ങൾ, ജോലി, പലതരത്തിലുള്ള ജീവിത പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, ഉടമ്പടി ചെയ്ത ചില വിഷയങ്ങൾക്ക് ഇപ്പോഴും സമാധാനം കിട്ടാതിരിക്കുന്നവരുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മേ, ദേവമാതാവ്, ഇപ്പോഴേ ഉടമ്പടി വിഷയത്തിന്റെ മേലെ ദൈവത്തിന്റെ കരുണ ചൊരിയട്ടെ. യേശു നാമത്തിൽ ജീവിത ദുരിതങ്ങള്, തടസ്സങ്ങള് മാറിപ്പോട്ടെ. വിടുതലിൻ ആത്മാവേ നിറയണമേ, അഗ്നിതൻ അഭിഷേകമായി പടരണമേ. വിടുതലിൻ ആത്മാവേ നിറയണമേ, അഗ്നിതൻ അഭിഷേകമായി പടരണമേ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, സമാപന ആശീർവാദം സ്വീകരിച്ച് അനുഗ്രഹിക്കപ്പെടുന്ന സമയമാണ്.
കൈകൾ കൂപ്പി ശിരസ് നമിച്ച് ആശീർവാദവും അനുഗ്രഹവും ഈ നിമിഷം കർത്താവ് നിന്നെ സ്പർശിക്കുന്ന ഇടയമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ആശീർവാദം സ്വീകരിക്കുക. രണ്ട് കൈകളും ഉയർത്തി സ്വതന്ത്രമായി സ്തുതിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് മോളി സെബാസ്റ്റ്യൻ. ഞാൻ പാലക്കാട് രൂപത കയറാടി മദർ തെരേസ ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ 2023 ഫെബ്രുവരി മാസത്തിലാണ് ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. ഇത് 10ാമത്തെ പുതുക്കലിലാണ്. എനിക്ക് 3 കുട്ടികളാണ്. ആ 3 കുട്ടികളും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ഇന്ന് ഉടമ്പടിയിൽ ജീവിക്കുകയും ചെയ്യുന്നു. ഞാനിപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണ് അമ്മയുടെ തിരുമുമ്പിൽ വന്ന് സാക്ഷ്യം പറയാനായിട്ട് നിൽക്കുന്നത്. മനുഷ്യനാൽ അസാധ്യമായ ഒരു വലിയ കാര്യസാധ്യതനായാണ് എന്നെ അമ്മയുടെ തിരുനടയിൽ എത്തിച്ചത്. പക്ഷേ അമ്മ എന്നോട് പറയുന്നു, സമയമായില്ല എന്ന് അമ്മയുടെ മകൻ പറയുന്നുവെന്ന്. ഞാൻ പ്രത്യാശയോടെ ആ കാര്യത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. അതിനുള്ളിൽ എനിക്ക് അനേകം അനുഗ്രഹങ്ങൾ പരിശുദ്ധ അമ്മ വഴി എൻ്റെ കുടുംബത്തിൽ എനിക്ക് സാധിച്ചു കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഹസ്ബൻഡില്ല. എൻ്റെ ഈ മോൻ ക്രിസ്റ്റോ, അവൻ 5 വയസ്സുള്ളപ്പോൾ അവൻ്റെ പപ്പ മരിച്ചു പോയതാണ്. കുട്ടികൾ ഈശോയോട് ചേർത്ത് വളർത്തിക്കൊണ്ട് വരുവാൻ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം എന്നെ ഒത്തിരിയധികം സഹായിക്കുന്നു. ഇന്നിപ്പോൾ ഈ അവസരത്തിൽ എൻ്റെ മോനോടൊപ്പം ഞാനിവിടെ ആയിരിക്കുന്നത്. മോൻ ഡിഗ്രി 2 വർഷം ആയ സമയം വരെ വളരെ മനോഹരമായിട്ട് പഠിക്കുന്നു. പഠനത്തിൽ ഉഴപ്പില്ല. കോളേജിൽ എല്ലാ കാര്യങ്ങളിലും നിൽക്കുന്നു. അതിനോടൊപ്പം തന്നെ അവൻ ഉപരിപഠനത്തിനായി UK, കാനഡ, യൂറോപ്യൻ രാജ്യമൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് എല്ലാ പേപ്പർ വർക്കുകളും നടത്തുന്നു. എല്ലാ കാര്യങ്ങളും മനോഹരമായിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴെപ്പോഴും അവൻ പറയും, മമ്മി, ഞാൻ എൻ്റെ ഡിഗ്രി പഠനം കഴിഞ്ഞ ഉടൻ തന്നെ സെപ്റ്റംബർ ഇൻടേക്കിൽ എനിക്ക് കാനഡയ്ക്ക് പോകണം, UK പോകണം. ഞാനിതെല്ലാം മനസ്സിൽ കരുതും. അപ്പോഴെല്ലാം ഞാൻ എൻ്റെ അമ്മ മാതാവിനോട് പറയും. കാരണം ഞാനും എൻ്റെ ഈ മോനും തനിച്ചാണ് വീട്ടിൽ താമസിക്കുന്നത്. എൻ്റെ അമ്മയോട് ഞാൻ പറയും, അമ്മേ, ഈശോയും അമ്മയും എൻ്റെ മോൻ്റെ കൂടെ പോകുമെങ്കിൽ മാത്രം എൻ്റെ മോൻ അതിനുള്ള വഴിയൊരുക്കാവുള്ളൂ. അല്ലെങ്കിൽ അവനെ പോകുവാനായിട്ട് നീ അനുവദിക്കരുത് എന്ന് മാത്രമായിരിക്കും എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്നത്. സന്ധ്യാസമയത്ത് പ്രാർത്ഥിക്കുന്ന സമയത്തും ഈ ഒരൊറ്റ കാര്യം പറഞ്ഞുകൊണ്ട് ഉടമ്പടി തൈലവും ഉപ്പും ഉപയോഗിച്ച് ഞങ്ങളെല്ലാ ദിവസവും ഈശോയുടെ മുമ്പിൽ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു.
6ാമത്തെ സെമസ്റ്റർ എക്സാം ആയപ്പോഴേക്കും എൻ്റെ മോന് കോളേജിലെ ചില പ്രതിസന്ധികൾ, അവനറിയാത്ത ചില കാര്യങ്ങൾ, അറ്റൻഡൻസിൻ്റെ കാര്യം പറഞ്ഞ് അവൻ എക്സാം എഴുതാൻ സാധിക്കില്ല എന്നുള്ള ഒരു റിപ്പോർട്ടുണ്ടായി. ഈ സമയത്ത് വളരെ മനോവേദനയോടുകൂടി എന്നെ കൊച്ചു വിളിക്കുന്നു. ഈശോയുടെ മുമ്പിൽ, പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ ഞാൻ മെഴുകുതിരി കത്തിച്ച് വെച്ച് പ്രാർത്ഥിച്ചു. കണ്ടോണേഷൻ ഫീസ് അടച്ചു, എക്സാം എഴുതി. പരിശുദ്ധ അമ്മയുടെ രൂപവും ഉപ്പും ഉപയോഗിച്ച് ആൻസർ പേപ്പറിലും ഈശോയുടെ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞുകൊണ്ടാണ് അവൻ പരീക്ഷ എഴുതിയത്. റിസൾട്ട് വന്നു. അവൻ്റെ റിസൾട്ട് തടഞ്ഞു വെച്ചു. അവിടെയും പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചു. കൊച്ചു പോകുവാനായിട്ടുള്ള പേപ്പർ വർക്കുകളെല്ലാം കഴിഞ്ഞിരിക്കെ അവൻ്റെ റിസൾട്ട് തടഞ്ഞു വെച്ചപ്പോഴുണ്ടായ വേദന, പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ നിന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അമ്മ ഈശോയുടെ അമ്മയുടെ മകൻ അനുഭവിച്ച അതേ വേദന എനിക്കും അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടല്ലോ, അതിനുള്ള ശക്തി എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. മോൻ ആ സമയത്ത് അവന് ഉടമ്പടിയിലായിരുന്നു. അവന് ശക്തമായി പ്രാർത്ഥിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, യൂണിവേഴ്സിറ്റിയായിട്ട് അവൻ തന്നെ ബന്ധപ്പെട്ടു. കോളേജിൽ ആർക്കും ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിന് മുമ്പ് 1 മാസത്തിനുള്ളിൽ തന്നെ അവൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് വീട്ടിലെത്തിച്ചു തന്നു എന്നുള്ളത് അമ്മയുടെ ഒരു വലിയ അനുഗ്രഹ സാക്ഷ്യമാണ്. അങ്ങനെ സർട്ടിഫിക്കറ്റ് ലഭിച്ചു. പിന്നീട് സെപ്റ്റംബർ ഇൻടേക്ക് യൂറോപ്പിലേക്ക് പോകുക എന്നുള്ള ലക്ഷ്യവുമായി, ഉപരിപഠനത്തിന് MBA പഠിക്കുന്നതിന് വേണ്ടി പോകുക എന്നുള്ള ലക്ഷ്യവുമായിട്ട് മുന്നോട്ട് നീങ്ങി. പെട്ടെന്ന് എല്ലാ ബാങ്കുകളും ലോണ് തരാമെന്നിരുന്ന് പറഞ്ഞ ബാങ്കുകൾ പെട്ടെന്ന് പറയുന്നു, നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥലം കൂട്ടാധാരമായതുകൊണ്ട് ലോണിന് അർഹതയില്ല എന്ന്. എന്ത് പറയണമെന്നറിയില്ല. ആകെ വിഷമിച്ചു. പക്ഷേ അപ്പോഴൊന്നും എനിക്ക് വലിയതായ ഒരു സങ്കടമൊന്നും തോന്നിയില്ല. പക്ഷെ മോന് വളരെ വലിയ സങ്കടമായി. അവൻ ആരോടും അധികം മിണ്ടാട്ടമില്ല. ഞാൻ എൻ്റെ മോളെയൊക്കെ വിളിച്ച് പറയും, ക്രിസ്റ്റോയ്ക്ക് സങ്കടമാണ്, ക്രിസ്റ്റോ ആരോടും ഒന്നും മിണ്ടുന്നില്ല. പക്ഷെ ഞാൻ ഒരിക്കൽ പോലും ബാങ്കിൽ ഇതിനു വേണ്ടി പോയില്ല. എനിക്കൊരു പ്രത്യാശയുണ്ടായിരുന്നു. എൻ്റെ അമ്മ മാതാവിനോട് ഞാൻ ഒന്നായിരുന്നു പറഞ്ഞത്, എൻ്റെ അമ്മയും ഈശോയ്ക്കും ഇഷ്ടമാണെങ്കിൽ മാത്രമേ എൻ്റെ കൊച്ചിനെ യൂറോപ്യൻ രാജ്യത്ത് പഠിക്കുവാനായിട്ട് കൊണ്ടുപോകാവുള്ളൂ എന്ന്. അപ്പോൾ എനിക്കറിയാം എൻ്റെ അമ്മ എന്തെങ്കിലും ചെയ്യുമെന്ന്. ഞാൻ പ്രത്യാശയോടെ പ്രാർത്ഥിച്ചു. 2023 ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോയ മണൽ എൻ്റെ വീട്ടിലുണ്ട്. ഞാനത് സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. എൻ്റെ മുറ്റത്തുനിന്ന് വാരിയ കുറേ മെറ്റലുകൾ പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ ഇവിടെ നിന്ന് കൊണ്ടുപോയ തിരുസ്വരൂപത്തിൻ്റെ മുമ്പിൽ വിതറി. ഇവിടുത്തെ മണലും കൂടെ മിക്സ് ചെയ്ത് ആ മണലിൻ്റെ മുമ്പിൽ മെറ്റലിന്മേൽ മുട്ടുകുത്തി നിന്നുകൊണ്ട് ജപമാല ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചു, അമ്മയ്ക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ മോനെ പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള വഴി കാണിച്ചു തരണം. ലോണിൻ്റെ കാര്യത്തിന് എന്തെങ്കിലും തീരുമാനമാകണം. ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ ഒന്നായി ചേർന്ന് ഒന്ന് ഒപ്പിട്ട് തന്ന് ഈ സ്ഥലത്തിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനമാക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. പക്ഷേ ഒന്നും നടന്നില്ല. എൻ്റെ ആ പ്രാർത്ഥന വിഫലമായി എന്ന് ഞാൻ കരുതട്ടെ. പക്ഷെ ഞാൻ പ്രത്യാശയോടെ അമ്മയോട് പ്രാർത്ഥിച്ച് സങ്കടമൊന്നും വന്നില്ല. പക്ഷെ അവന് സങ്കടമുണ്ട്. ദിവസങ്ങളേ ഉള്ളൂ. വിസയ്ക്ക് വെക്കേണ്ട പേപ്പർ വർക്കുകൾ ബാക്കി ചെയ്യേണ്ട സമയമായി. ദിവസങ്ങൾ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് എൻ്റെ ഒരു ചേച്ചി എന്നെ വിളിച്ചു, മോളി, എൻ്റെ പിള്ളേരെ നീ ഒന്ന് വിളിച്ചേ, അവർ നിനക്ക് എന്തെങ്കിലും ചെയ്തു തരാതിരിക്കില്ല എന്ന്. പക്ഷെ ഞാൻ വിളിച്ചില്ല. മോൻ തന്നെ വിളിച്ചു. ആ കുട്ടികൾ ഇവൻ്റെ ഫോൺ കോളിൽ ചെന്നപ്പോഴേ ചോദിച്ചു, ക്രിസ്റ്റോ, നിനക്ക് എത്ര രൂപയാണ് പോകാൻ വേണ്ടതെന്ന്. എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പരിശുദ്ധ അമ്മയാണ് എൻ്റെ ചേച്ചിയുടെ രൂപത്തിൽ എന്നോട് ഇത് ആവശ്യപ്പെട്ടതെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുകയാണ്. എൻ്റെ അമ്മയുടെ മുമ്പിൽ നിന്ന് ഞാൻ പറയുകയാണ്, ഒരു 25 ലക്ഷം രൂപ വേണ്ടത് 1 രൂപ പോലും എനിക്ക് പലിശയ്ക്കെടുക്കാതെ എൻ്റെ വീട്ടിൽ എൻ്റെ കൊച്ചിന് പോകുവാനുള്ളതായ എല്ലാ കാര്യങ്ങളും, യൂണിവേഴ്സിറ്റി അടയ്ക്കാനുള്ളത്, ഡെപ്പോസിറ്റ് കാണിക്കാനുള്ളത് എന്ന് വേണ്ട, കൊണ്ടുപോകാനുള്ള പെട്ടി സാധനങ്ങൾ മേടിക്കുവാനുള്ള പൈസ വരെ ഞാൻ അറിയാതെ എൻ്റെ വീട്ടിലെത്തി. വലിയൊരു അനുഗ്രഹം, പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹം അല്ലാണ്ട് ഒന്നുമല്ല എന്ന് എനിക്കറിയാം.
പിന്നെ വിസയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോഴും വിസയ്ക്ക് വേണ്ടിയിട്ട് VFSൽ ചെന്നപ്പോഴും പരിശുദ്ധ അമ്മയുടെ തൈലവും ഉപ്പും പാസ്പോർട്ടിൽ പൂച്ചിക്കൊണ്ട് ഈശോയോട് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മോൻ ഓഫീസിലേക്ക് കയറി പോകുമ്പോൾ ഞാൻ പുറത്തിരുന്നു കൊണ്ട് പരിശുദ്ധ അമ്മയോട് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. എൻ്റെ അമ്മ സഞ്ചാരി മാതാവാണ്, അമ്മയ്ക്കെല്ലാം സാധിക്കും, അമ്മ വേണം എൻ്റെ മോൻ്റെ പാസ്പോർട്ട് അയച്ചു കൊടുക്കാനെന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. പെട്ടെന്ന് പോയ പോലെ തന്നെ കൊച്ചു തിരിച്ചു വന്ന് പറഞ്ഞു, അമ്മ എല്ലാം ശരിയായി. വിസയ്ക്ക് കാത്തിരുന്നു, 15 ദിവസം വേണ്ടി വരുമെന്ന് പറഞ്ഞു. 15 ദിവസത്തിന് വേണ്ടിയിട്ട് വന്നപ്പോഴേക്കും ഞങ്ങൾ പോകാനുള്ള സാധനങ്ങളെല്ലാം വാങ്ങി. വിസ തള്ളുവോ ഒന്നും കണക്കാക്കിയില്ല. എനിക്കറിയാം, എൻ്റെ അമ്മ മാതാവിനോട് ചോദിച്ചിട്ടാണ് ഞാൻ എൻ്റെ മോനെ പോകാൻ ഒരുക്കുന്നതെന്നുള്ളത്. ഞാൻ അവന് പോകാനുള്ളതായ എല്ലാ സാധനങ്ങളും മുളകും മല്ലി വരെ പൊടിച്ച് എല്ലാ കാര്യങ്ങളും തയ്യാറാക്കി അവൻ്റെ ഭക്ഷണ സാധനം വരെ ഒരുക്കി വെച്ച് ക്ഷമയോടെ കാത്തിരുന്നു. മിനിങ്ങാന്ന് 11 മണിയായപ്പം കൊച്ചു പറഞ്ഞു, മമ്മി എനിക്ക് വിസ വന്നു. പെട്ടെന്ന് ടിക്കറ്റിന് വയ്ക്കണം. ഇന്നലെ രാത്രി തന്നെ കൊച്ചിന് ടിക്കറ്റ് വെച്ചു. രാത്രി തന്നെ അവന് ടിക്കറ്റ് വന്നു. 25-ാം തീയതി രാവിലെ 7 മണിക്ക് അവൻ യൂറോപ്പിലേക്ക് MBA പഠിക്കാൻ വേണ്ടി പോവുകയാണ്. ഒരു തടസ്സങ്ങളും ഒരു ബുദ്ധിമുട്ടുകളും ഇല്ലാതെ പരിശുദ്ധ അമ്മ ഞങ്ങളെ നയിച്ചു കൊണ്ടിരിക്കുന്നു. ഇക്കാര്യം ഒരു നന്ദി പറയാൻ എൻ്റെ മോന് വേണ്ടി മൈക്ക് കൊടുക്കുകയാണ്. എൻ്റെ പേര് ക്രിസ്റ്റോ. മമ്മി പറഞ്ഞ പോലെ എൻ്റെ ഡോക്യുമെൻറ്റേഷൻ്റെ കാര്യത്തിൽ ഒരുപാട് തടസ്സങ്ങളായിരുന്നു. ഫിനാൻഷ്യൽ ഡോക്യുമെൻറ്റേഷൻ്റെ കാര്യത്തിനാണെങ്കിലും ഒരുപാട് ബാങ്കിൻ്റെ റിജക്ഷനും, മൊത്തത്തിൽ 8 ബാങ്കുകൾ എന്നെ ലോണിൻ്റെ കാര്യത്തിൽ റിജക്റ്റ് ചെയ്തു. അങ്ങനെ പോകാൻ പറ്റില്ല എന്ന് ഡ്രോപ്പ് ഔട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള മമ്മിയുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടക്കുകയും ഇന്നലെ 11 മണിക്ക് എനിക്ക് വിസ എൻ്റെ കയ്യിൽ കിട്ടി. അതുപോലെ തന്നെ ഇന്നലെ തന്നെ ഞാൻ ടിക്കറ്റിന് അപ്ലൈ ചെയ്യുകയും ഇന്നലെ രാത്രി തന്നെ എനിക്ക് ടിക്കറ്റും കിട്ടി. ഈ വരുന്ന 25-ാം തീയതി ഞാൻ ലാറ്റ്വിയയിലേക്ക് പോവുകയാണ്. അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. ഞങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഞങ്ങൾ ഉടമ്പടി പുതുക്കാൻ മാത്രമല്ല, ഇടയ്ക്ക് കിട്ടുന്ന സമയങ്ങളിലൊക്കെ സാധിക്കുന്നത്ര സമയം പാലക്കാട് നിന്ന് ഞങ്ങൾ 2 പേരും കൂടി ഇവിടെ വരാറുണ്ട്. ഇവിടെ വന്നാൽ ഞങ്ങൾ ഓടിപ്പോകുന്ന ഒരു പ്രവണതയില്ല. വന്നിവിടെ ശാന്തമായിരിക്കും, റൂമെടുത്ത് ഇവിടെ താമസിച്ച് സാധിക്കുമെങ്കിൽ രാവിലത്തെ വിശുദ്ധ കുർബാനയും കണ്ട ശേഷം മാത്രമേ വീട്ടിലേക്ക് മടങ്ങിപ്പോകാറുള്ളൂ. അതുപോലെ തന്നെ പത്രം എല്ലാ സ്ഥലങ്ങളിലും, ഓട്ടോ സ്റ്റാൻഡിലും, വെയിറ്റിംഗ് ഷെഡുകളിൽ, അതുപോലെ തന്നെ ഞാൻ പഠിപ്പിക്കുന്ന സ്കൂളിൽ എൻ്റെ കുട്ടികളുടെ മാതാപിതാക്കൾക്ക്, അക്ഷരം വായിക്കാറായ കുട്ടികൾക്ക് വരെ ഞാൻ ഈ പത്രം കൊടുത്ത് അവരോട് പറയും, മക്കളെ ഈ അമ്മയോട് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് അനുഗ്രഹം ലഭിക്കുമെന്ന്. അപ്പോൾ ഒരു ടീച്ചർ എന്നുള്ള നിലയിലായതുകൊണ്ട് ഈ കുഞ്ഞുങ്ങൾ ഇത് കൊണ്ടുപോകും. അവരുടെ ബാഗിൽ തന്നെ ചിലപ്പോൾ അത് വയ്ക്കും. ചിലപ്പോൾ അവരുടെ ബാഗിൽ നിന്ന് എടുത്തിട്ട് അമ്മമാർ വിളിക്കാറുണ്ട്, ടീച്ചറെ എന്താണ് കുട്ടിയുടെ കയ്യിൽ ഈ പത്രമെന്ന്. അപ്പോഴെനിക്ക് വാതോരാതെ സംസാരിക്കാനുള്ള സാഹചര്യമായി. പിന്നെ ഞാൻ നിർത്തില്ല, അവർ ഫോൺ കട്ട് ചെയ്യണം, അതുവരെ ഞാൻ സംസാരിക്കും. അങ്ങനെ ഞാൻ പഠിപ്പിക്കുന്ന സ്കൂളിൽ നിന്ന് ഒത്തിരി പേര് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുവാനും അതുപോലെ പരിശുദ്ധ അമ്മയുടെ പത്രം ചോദിച്ചു വാങ്ങുവാനുമുള്ള ചില അവസരങ്ങൾ എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. പിന്നെ എല്ലാ 15 ദിവസം കൂടുമ്പോഴും ഞാനും എൻ്റെ മോനും ഒന്നിച്ചായിരിക്കും കുമ്പസാരിക്കാൻ പോകുന്നതും കാരുണ്യപ്രവർത്തികൾ ചെയ്യുന്നത്. അനാഥാലയത്തിൽ മാസത്തിലൊന്നെങ്കിലും അനാഥാലയത്തിൽ ഭക്ഷണം കൊടുക്കുകയും പറ്റുന്ന പോലെ ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ ഉള്ള സാമ്പത്തിക സഹായം അർഹതപ്പെട്ടവർക്ക് കൊടുക്കുകയും ചെയ്യും. അതിലുപരി പഠിക്കാൻ മോശമായിരിക്കുന്ന കുട്ടികൾക്ക് സ്പെഷ്യലായിട്ട് യാതൊരു പ്രതിഫലവും കൂടാതെ പറഞ്ഞു കൊടുക്കുകയും ബുക്കും പുസ്തകങ്ങൾ ഒക്കെ കൊടുത്ത് സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് തന്നതായ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരിക്കൽ കൂടി 1000 നന്ദി അർപ്പിച്ചുകൊണ്ട് എൻ്റെ എല്ലാ നിയോഗങ്ങളെയും ഈശോയുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് സാവിയോ വർഗീസ്. ഞാൻ വൈപ്പിൻ പെരുമ്പള്ളി തിരുക്കുടുംബ ദേവാലയം ഇടവക അംഗമാണ്. ഞാൻ ഉടമ്പടി എടുക്കുന്നത് 2024 ജനുവരി 20-ാം തീയതിയാണ്. ആദ്യമേ ഞാൻ ഡിഗ്രിക്ക് ശേഷം ജർമ്മനിയിൽ പോയി ഹൗസ് ബിൽഡിംഗ് നഴ്സിംഗ് ചെയ്യാൻ വേണ്ടിയാണ്
ആഗ്രഹിച്ചത്. അതിനായി 2023 ഒരു വർഷം ഞാൻ ജർമ്മൻ പഠിച്ചു. അതിനുശേഷം എനിക്ക് എക്സാം ഉണ്ടായിരുന്നു. എക്സാമിന് ഞാൻ 4 മോഡ്യൂളും ഒരുമിച്ചാണ് എടുത്തത്. പക്ഷേ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, 4 എണ്ണം എഴുതിയാൽ എന്തായാലും 2 എണ്ണമെങ്കിലും കിട്ടുമെന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ടായിരുന്നു. പക്ഷേ റിസൾട്ട് വന്നു. അത് 2024 ജനുവരി 19 റിസൾട്ട് വന്നത്. റിസൾട്ട് വന്നപ്പോൾ 4 മോഡ്യൂൾ എഴുതിയതിൽ 4 മോഡ്യൂൾ ഞാൻ തോറ്റു. അതോടെ എനിക്ക് വലിയൊരു സങ്കടം വരികയും എനിക്കിത് പാസ്സാകാൻ ഒരിക്കലും സാധിക്കുകയില്ലെന്നുള്ളൊരു വിശ്വാസം എൻ്റെ ഉള്ളിൽ വന്നു. അതിനുശേഷം പിറ്റേ ദിവസം തന്നെ 2024 ജനുവരി 20 ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ പെട്ടെന്ന് 2 എക്സാം പാസ്സായത് എനിക്ക് സ്പീക്കിംഗ് വളരെ പേടിയായിരുന്നു. എന്ത് പറയും, പെട്ടെന്നുള്ളൊരു ടോപ്പിക് വരുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും എന്നുള്ളൊരു പേടി എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. പക്ഷേ ഉടമ്പടിയിൽ ഞാൻ ഉപ്പ് കൊണ്ടുപോയായിരുന്നു. ഉപ്പ് എൻ്റെ പോക്കറ്റിൽ ഇട്ടായിരുന്നു. അതിനുശേഷം കുറച്ച് എൻ്റെ കയ്യിലും വെച്ചിട്ട് ഞാൻ എക്സാമിന് കയറി. പെട്ടെന്ന് എനിക്കൊരു ടോപ്പിക് വന്ന ടോപ്പിക് എനിക്ക് പെട്ടെന്ന് എനിക്ക് എന്തോ പറയാൻ പറ്റുമെന്നുള്ളൊരു ധൈര്യം എവിടെ നിന്നോ വന്നു. ഞാൻ എന്താണ് പറഞ്ഞതെന്നോ എനിക്ക് എന്തൊക്കെയോ പറഞ്ഞതെന്നോ എനിക്കിപ്പോഴും അറിയില്ല. പരിശുദ്ധ അമ്മ മാതാവ് എൻ്റെ കൂടെ വരികയും എന്നിലൂടെ സംസാരിക്കുകയാണ് ചെയ്തത്. പക്ഷേ എനിക്കത് സംസാരിച്ചപ്പോൾ തന്നെ മനസ്സിലായി ഞാനിത് എന്തായാലും പാസ്സാവും. കാരണം ഞാൻ ഒരിക്കലും ഇതുവരെ സംസാരിക്കാത്ത പോലെയാണ് അന്ന് ആ ടോപ്പിക്ക് സംസാരിക്കാൻ പറ്റിയത്. അതിനുശേഷം റിസൾട്ട് വരികയും 67 മാർക്ക് തന്ന് എന്നെ പാസ്സാക്കുകയും ചെയ്തു. അങ്ങനെ 2 മോഡ്യൂൾ പാസ്സായി. ബാക്കി എനിക്ക് 2 മോഡ്യൂളും കൂടി പാസ്സാകണമെന്നുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ 1 മോഡ്യൂളും കൂടി എഴുതി. പക്ഷേ എനിക്ക് ഒരു പേടിയായിരുന്നു. കാരണം ഞാൻ പാസ്സാകില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. എനിക്ക് പാസ്സാകുവാൻ 60 മാർക്കാണ് വേണ്ടത്. ഞാൻ അങ്ങനെ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു, പരിശുദ്ധ അമ്മയോട് കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. എനിക്ക് എങ്ങനെയെങ്കിലും ഒരു 60 മാർക്ക് തന്ന് ജയിപ്പിക്കണം, എനിക്ക് ഇനി എഴുതാൻ പറ്റൂല എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അങ്ങനെ റിസൾട്ട് വന്ന് ഞാൻ ഇങ്ങനെ കുറേ പ്രാർത്ഥനകളൊക്കെ ചൊല്ലി തുറന്ന് നോക്കിയപ്പോൾ കൃത്യം 60 മാർക്ക് തന്നെ തന്ന് പരിശുദ്ധ മാതാവ് ജയിപ്പിച്ചു. അതിനുശേഷമാണ് ബാക്കി എനിക്ക് 1 മൊഡ്യൂളും കൂടി ഉണ്ട്. അത് ഞാൻ എഴുതി, പക്ഷെ കിട്ടിയില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഉടമ്പടി ജീവിതത്തിൽ എടുത്ത് നോക്കിയപ്പോഴാണ് കാരുണ്യ പ്രവർത്തികളുടെ ഒരു കുറവുണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. അതിനുശേഷം ഞാൻ വഴിയരികിലൊക്കെ എല്ലാവർക്കും ഭക്ഷണമൊക്കെ കൊടുക്കാൻ ആരംഭിച്ചു. പിന്നീട് എനിക്കൊരു 3 മൊഡ്യൂളേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 4 മൊഡ്യൂൾ വേണം പുറത്തേക്ക് പോകാൻ വേണ്ടി. പക്ഷെ 3 മൊഡ്യൂൾ വെച്ച് തന്നെ എനിക്കൊരു കോളേജിൽ, ഒരു യൂണിവേഴ്സിറ്റിയിൽ എനിക്കൊരു അഡ്മിഷൻ കിട്ടി. അവിടുത്തെ നല്ലൊരു ഹോസ്പിറ്റലിലായിരുന്നു. പക്ഷേ എനിക്ക് അവിടെ പോകണമെങ്കിൽ 4 മൊഡ്യൂളും ഇല്ലെങ്കിൽ എന്തായാലും വിസ റിജക്റ്റ് ആവുമെന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെ ഞാനത് അടുത്തുള്ളൊരു എക്സാം തന്നെ ഞാൻ ബുക്ക് ചെയ്തു. അതിന് എക്സാം എഴുതി. റൈറ്റിംഗ് മൊഡ്യൂളായിരുന്നു. പക്ഷേ എനിക്ക് 2 പ്രാവശ്യം എഴുതിയിട്ടും എനിക്ക് പാസ്സാകാൻ സാധിക്കുന്നില്ല. 40 മാർക്കും 53 മാർക്കും ഒക്കെ മാത്രമേ കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ഞാൻ കുറച്ച് എഴുതി. പക്ഷേ എനിക്ക് എന്തൊക്കെ വന്നാലും ഒരു പേജ് കുറച്ചുകൂടി മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. കാരണം ബാക്കി സമയത്തൊക്കെ ഞാൻ കുറേ എഴുതുമായിരുന്നു. പക്ഷെ എന്തൊക്കെ ചെയ്തിട്ടും എനിക്ക് അധികം എഴുതാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ആ എക്സാം ഹാളിലിരുന്ന് അവിടെ കുറേ നേരം ഇരുന്നു. ഞാൻ എൻ്റെ പേപ്പറും പിടിച്ചു, പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണവും ചൊല്ലി. അങ്ങനെ ഒരു കൊച്ചു മാത്രമേ അവിടെ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അത്രയും നേരം എനിക്ക് ഇനി എൻ്റെ മെറിറ്റിൽ ഒന്നും കിട്ടില്ല, മാതാവ് ഇവിടെ ഇടപെട്ടാൽ മാത്രമേ എനിക്ക് പാസ്സാകുള്ളൂ എന്നൊക്കെ മനസ്സിലായി. കാരണം ഇതും കൂടി പാസ്സായില്ലെങ്കിൽ എനിക്ക് കിട്ടിയിരുന്ന അഡ്മിഷനും പോകും, എനിക്ക് ഈ പ്രാവശ്യം ഇൻടേക്കിലും പോകുവാനും സാധിക്കില്ലെന്ന് മനസ്സിലായി. അങ്ങനെ ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ 60 മാർക്ക് വേണം ജയിക്കാൻ. അങ്ങനെ ഒരു എക്സാമിൻ്റെ റിസൾട്ട് വരുന്നതിനൊരു ഒരാഴ്ച മുൻപ് എൻ്റെ മമ്മി ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൽ 55 മാർക്കാണ് എനിക്ക് കിട്ടിയത്. 55 മാർക്കെന്ന് പറഞ്ഞാൽ 5 മാർക്കിന് ഞാൻ തോറ്റു എന്നാണ്. പക്ഷേ എൻ്റെ മമ്മി ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചു, എനിക്ക് 65 മാർക്ക് തന്നെ തന്ന് പാസ്സാക്കണം. 60 എന്നല്ല പറഞ്ഞത്, 65 എന്ന് പറഞ്ഞു. അങ്ങനെ 2 ആഴ്ച കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പോൾ ഞാനിങ്ങനെ ലാപ്ടോപ്പിൽ കൃപാസനത്തിൻ്റെ സൈറ്റൊക്കെ എടുത്ത് മാതാവിൻ്റെ ഫോട്ടോയിൻ്റെ ഫ്രണ്ടിൽ കുറേ നേരം പ്രാർത്ഥിച്ചിട്ട് ഞാൻ എൻ്റെ റിസൾട്ട് തുറന്നു നോക്കിയപ്പോൾ കൃത്യം 65 മാർക്ക് തന്നെ തന്ന് മാതാവ് എന്നെ പാസ്സാക്കി. അങ്ങനെ ഞാൻ എല്ലാ മൊഡ്യൂളും പാസ്സായി. പിന്നെ അതിനുശേഷം എനിക്കുള്ളത് ഒരു വലിയ കടമ്പയെന്ന് പറയുന്നത് വിസ കിട്ടുക എന്നുള്ളതാണ്. പക്ഷെ വിസ ഞാൻ എത്ര നോക്കിയിട്ടും ലഭിക്കുന്നുണ്ടായില്ല. അങ്ങനെ മാതാവ് അവിടെയും ഒരു ഇടപെടലുണ്ടായി. എനിക്ക് നല്ലൊരു ഏജൻസി തന്ന് എനിക്ക് അധികം കാശൊന്നും ചിലവില്ലാണ്ട് ഒരു നല്ല ഏജൻസിക്കാർ എനിക്ക് അവിടെ ഒരു വിസയ്ക്കുള്ള അപ്പോയിൻമെൻ്റ് എടുത്ത് തന്നു.
വിസയ്ക്കുള്ള അപ്പോയിൻമെൻ്റ് എടുത്ത് തന്നു. പക്ഷേ എനിക്ക് കിട്ടിയ അപ്പോയിൻമെൻറ്റിൻ്റെ തലേദിവസം പറഞ്ഞു, ഇന്നത്തെ ഡേറ്റിൽ എനിക്ക് വെക്കാൻ പറ്റില്ല, പുതിയ ഒരു ഡേറ്റ് എടുക്കാം, അടുത്ത മാസം വെക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അടുത്ത മാസം ഞാൻ അവിടെ പോയി ഡോക്യുമെൻറ്റ്സൊക്കെ സബ്മിറ്റ് ചെയ്തു, വിസയുടെ ആപ്ലിക്കേഷനൊക്കെ ഫിനിഷ് ചെയ്തു. പിന്നെ വെയിറ്റിംഗ് പീരീഡാണ്. അപ്പോൾ ഞാൻ 2 ആഴ്ചയ്ക്ക് ശേഷം ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് ഒന്നും വന്നില്ല. പിന്നെ ആ സമയത്ത് ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ടോക്കിൽ ഇങ്ങനെ പറഞ്ഞായിരുന്നു 44 ദിവസത്തിനുള്ളിൽ കാര്യം റെഡിയാകുമെന്ന്. ഞാൻ അങ്ങനെ എൻ്റെ ഡേറ്റ് എടുത്ത് ഞാൻ കൗണ്ട് ചെയ്ത് നോക്കിയപ്പോൾ 44-ാം തീയതി എന്ന് പറയുന്നത് ഒക്ടോബർ 1-ാം തീയതിയാണ്. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ക്ലാസ് തുടങ്ങുന്നത് ഒക്ടോബർ 1-ാം തീയതി. പക്ഷേ എനിക്കിങ്ങനെ ഒക്ടോബർ 1-ാം തീയതി മുതൽ പക്ഷെ ഇതെങ്ങനെ സാധിക്കുമെന്ന് ഞാൻ ആലോചിച്ച് നോക്കിയപ്പോൾ എനിക്ക് ഒട്ടും മനസ്സിലുണ്ടാവുന്നില്ല. അതിനുശേഷം ഞാൻ നോക്കിയപ്പോൾ എനിക്ക് വിസ വന്നു. സെപ്റ്റംബർ 13-ാം തീയതി തന്നെ വിസ വന്നു. വിസയിൽ ഞാൻ നോക്കിയപ്പോൾ ഡേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒക്ടോബർ 1-ാം തീയതി തന്നെയാണ്. അങ്ങനെ എനിക്ക് ഒക്ടോബർ 1-ാം തീയതി തന്നെ എനിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാനും ഒക്ടോബർ 1-ാം തീയതി ജർമ്മനിലേക്ക് പോകാനുള്ള ഒരു അവസരം മാതാവ് നൽകി. പിന്നെ ഞാൻ സെപ്റ്റംബർ 8-ാം തീയതിയാണ് എൻ്റെ ബർത്ത്ഡേ. അപ്പോൾ മാതാവിനോട് ഇപ്പോൾ ഞാൻ ചോദിക്കുമായിരുന്നു, മാതാവ് എനിക്ക് സെപ്റ്റംബർ 8-ാം തീയതി എന്തെങ്കിലും ഒരു അനുഗ്രഹം തരണം. പിന്നെ ഞാൻ എൻ്റെ പാസ്പോർട്ടിൽ വിസ എടുത്ത് നോക്കിയപ്പോൾ അതിൽ സ്റ്റാമ്പ് ചെയ്തൊക്കെ തീയതി സെപ്റ്റംബർ 9-ാം തീയതിയാണ്. അങ്ങനെ നോക്കുമ്പോഴാണ് സെപ്റ്റംബർ 8-ാം തീയതി ആയിരിക്കും അവർ ഡിസിഷൻ എടുത്തിരിക്കുന്നത്. അങ്ങനെ സെപ്റ്റംബർ 9-ാം തീയതി തന്നെ എൻ്റെ വിസയുടെ സ്റ്റാമ്പിൽ അവർ ഡേറ്റ് ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി അനേകം അനുഗ്രഹങ്ങൾ മാതാവ് എനിക്കും എൻ്റെ കുടുംബത്തിനും നൽകിയിട്ടുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ നൽകിയ മാതാവിന് 1000 നന്ദി. ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്തത് എല്ലാ വീടുകളിലും വഴിയരികിലും ഓട്ടോ സ്റ്റാൻഡിലൊക്കെ പത്രം കൊടുക്കുമായിരുന്നു. പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് വഴിയരികിലുള്ള ആളുകൾക്ക് ഭക്ഷണം കൊടുക്കും. ഞാൻ എൻ്റെ കൂട്ടുകാരനുമായി ഒരു 10 പൊതിയൊക്കെ കൊണ്ടുപോയി എറണാകുളം സ്റ്റാൻഡിലൊക്കെ പോയി അവിടെ കിടക്കുന്ന ആളുകൾക്കൊക്കെ ഭക്ഷണം കൊടുക്കുമായിരുന്നു. പിന്നെ 2-3 വൃദ്ധസദനങ്ങളിൽ പോയി അവർക്ക് വേണ്ട ലഘു ഭക്ഷണങ്ങളും അവർക്കുമായി കുറേ നേരം സംസാരിക്കാനൊക്കെ സാധിച്ചു. പിന്നെ ആത്മീയമായ നേട്ടങ്ങൾ എൻ്റെ കുടുംബത്തിൽ ഞാൻ ആദ്യം ഉടമ്പടിക്ക് മുൻപ് പള്ളിയിലൊന്നും ഇടയ്ക്കിടയ്ക്ക് പോകും, പക്ഷേ എപ്പോഴും പോകാറുണ്ടായിരുന്നില്ല. പക്ഷെ ഉടമ്പടി എടുത്തതിന് ശേഷം ദിവസം തോറും പള്ളിയിൽ പോകുവാനും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനും ഞാൻ മാത്രം എൻ്റെ കുടുംബം മുഴുവനും ഞങ്ങൾ 3 പേരും ഒരുമിച്ചാണ് പള്ളിയിൽ പോകുന്നതും രാവിലത്തെ ഉടമ്പടി പ്രാർത്ഥന ചെല്ലുന്നതും സന്ധ്യാപ്രാർത്ഥന ചെല്ലുന്നതും എല്ലാം എല്ലാ ദിവസവും മുടങ്ങാണ്ട് ചെല്ലുവാൻ സാധിച്ചു. അങ്ങനെ ഇത്രയും നല്ല അനുഗ്രഹം നൽകിയ പരിശുദ്ധ അമ്മയ്ക്കും എൻ്റെ ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു.